നിങ്ങൾക്ക് ഒരു ലൈബ്രറിയിൽ കയറാൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ ചിലവഴിക്കാൻ കിട്ടുന്നത് വെറും 2 മണിക്കൂർ മാത്രമാണ്. ഒന്നും എഴുതിയെടുക്കാനും പറ്റില്ല. വായിക്കുന്നത് അപ്പടി മനപ്പാഠമാക്കണം. സാധിക്കുമോ? സാധാരണക്കാർക്ക് ഇത് അസാധ്യമാണ്. പക്ഷെ നമ്മുടെ നായകന് ഇതൊരു വെല്ലുവിളിയില്ല, അതൊരു സുവർണാവസരമാണ്. അക്കാദമിയുടെ നിയമങ്ങളെ തന്നെ കാറ്റിൽ പറത്തുന്ന ആ ചീറ്റ് കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നാനോ മെഷീനിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഗാർഡിയൻ നായകന് ഒരു ഓഫർ വെച്ചിരുന്നു. ഇന്ന് നായകൻ അത് സ്വീകരിക്കുന്നതും അക്കാദമിയിലെ ക്രൂരമായ റിസൾട്ട് പ്രഖ്യാപനവുമാണ് നമ്മൾ കാണുന്നത്. നേരെ കഥയിലേക്ക് പോകാം. സീൻ തുടങ്ങുമ്പോൾ ഗാർഡിയൻ യോ വൂണിന് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പരീക്ഷണം പാസ്സായാൽ കുട്ടികൾക്ക് ലൈബ്രറിയിലേക്ക് പ്രവേശനം കിട്ടും. പക്ഷെ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ഓരോ പരീക്ഷണം ജയിക്കുമ്പോഴും ഒരു തവണ മാത്രമേ ലൈബ്രറിയിൽ കയറാൻ പറ്റൂ. അവിടെ ചിലവഴിക്കാൻ കിട്ടുന്നത് വെറും 2 മണിക്കൂർ മാത്രമാണ്. അവിടുന്ന് ഒന്നും എഴുതിയെടുക്കാൻ പാടില്ല. വായിക്കുന്നത് അപ്പടി മനപ്പാഠമാക്കണം. സാധാരണ കുട്ടികൾക്ക് 2 മണിക്കൂർ കൊണ്ട് 1-2 പുസ്തകം കഷ്ടിച്ച് വായിക്കാം. ഗാർഡിയൻ വിചാരിച്ചത് നായകൻ പേടിക്കുമെന്നാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ യോ വൂണിന്റെ കണ്ണ് തിളങ്ങി. അവൻ മനസ്സിൽ കണക്കുകൂട്ടി, എന്റെ തലച്ചോറിൽ നാനോ ഉണ്ടല്ലോ. നാനോയുടെ സ്കാനിംഗ് പവർ ഉപയോഗിച്ചാൽ പേജ് മറിക്കുന്ന സ്പീഡിൽ എനിക്ക് പുസ്തകങ്ങൾ സ്കാൻ ചെയ്ത് സേവ് ചെയ്യാം. 2 മണിക്കൂർ കൊണ്ട് 100 പുസ്തകങ്ങളെങ്കിലും എനിക്ക് തലയിൽ കയറ്റാം. മറ്റുള്ളവർക്ക് അതൊരു ബാലികേറാമലയാണെങ്കിൽ നായകന് അതൊരു ലോട്ടറിയാണ്. ശരിക്കും അതൊരു ചീറ്റ് കോഡ് തന്നെയാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ ആദ്യം തന്നെ സംരക്ഷിക്കാൻ ഒരു ഗുരു വേണമെന്ന് യോ വൂണിന് അറിയാം. 6 തറവാട്ടുകാർ കൊല്ലാൻ നടക്കുമ്പോൾ ഈ ഗാർഡിയനെ പോലെ ശക്തനായ ഒരാൾ കൂടിയുള്ളത് വലിയൊരു ബലമാണ്. അതുകൊണ്ട് യോ വൂൺ ഒരു തീരുമാനത്തിലെത്തി. അവൻ ആ ഗാർഡിയന്റെ മുന്നിൽ മുട്ടുകുത്തി. എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവൻ നിലത്ത് തലയിടിച്ച് വണങ്ങി. അവന്റെ ആത്മാർത്ഥത കണ്ട് ഗാർഡിയൻ സിയോപ് മാങ് ചിരിച്ചു. ശരി, ഇന്നു മുതൽ നീ എന്റെ ശിഷ്യനാണ്. പക്ഷെ എന്റെ ട്രെയിനിങ് അത്ര എളുപ്പമായിരിക്കില്ല. അങ്ങനെ അക്കാദമിയിലെ ഏറ്റവും ശക്തനായ ലെഫ്റ്റ് ഗാർഡിയനെ തന്നെ നായകന് ഗുരുവായി കിട്ടി. പോകുന്ന പോക്കിൽ ഗാർഡിയൻ പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ആ പുസ്തകം വായിച്ചു പഠിച്ചു വെച്ചോ. ഗാർഡിയൻ പോയതും ഡോക്ടർ ബേക്കോവിറ്റി വന്നു. പുള്ളിക്ക് അത്ഭുതമാണ്. നീ ആ കുടിയന്റെ ശിഷ്യനായില്ലേ? കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഡോക്ടർ നായകന് സൂചി ചികിത്സ നൽകി. നായകന് ഇപ്പോൾ ആശ്വാസമുണ്ട്. അവനെ സഹായിക്കാൻ, ചികിത്സിക്കാൻ, പഠിപ്പിക്കാൻ ആളുകളായി. അവന്റെ സമയം തെളിയുകയാണ് ഫ്രണ്ട്സ്. സീൻ കട്ട് ചെയ്ത് നമ്മൾ അക്കാദമിയിലെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. 1ാം ഘട്ട പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. കണക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. 415 കുട്ടികൾ മാത്രമാണ് പാസ്സായത്. 10 വർഷം മുമ്പത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 200 കുട്ടികൾ കുറവ്. മാഡം ഹാങ്ങിന്റെ അറ്റാക്ക് അത്രയ്ക്ക് ഭീകരമായിരുന്നു. തോറ്റ കുട്ടികൾ കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും ഇൻസ്ട്രക്ടർമാർ അവരെ വലിച്ചിഴച്ച് പുറത്താക്കി. ഇവിടെ തോൽവിക്ക് സ്ഥാനമില്ല. ഇതിനിടയിൽ കൂസലില്ലാതെ നിൽക്കുന്ന ചിലരുണ്ട്. ഷാഡോ ക്ലാനിലെ മുയോൻ, സേബർ ക്ലാനിലെ യുജാൻ. മാഡം ഹാങ്ങിന്റെ അറ്റാക്ക് അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. 60 വർഷത്തെ ട്രെയിനിങ് ലഭിച്ച മാസ്റ്റേഴ്സിനെ പോലെയാണ് അവർ. ഇവരാണ് ഇനി നായകന്റെ പ്രധാന എതിരാളികൾ. പാസ്സായവർക്കെല്ലാം കോപ്പർ മെഡൽ ലഭിച്ചു. ഇനി മുതൽ അവർ അക്കാദമിയിലെ ഔദ്യോഗിക പോരാളികളാണ്. പക്ഷെ അവിടെ ഒരു പുതിയ നിയമം കൂടി വന്നു. ഇനി ഇൻസ്ട്രക്ടർമാരോട് യെസ് എന്നോ നോ എന്നോ പറയാൻ പാടില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം ഒന്നേയുള്ളൂ, ഫോർ ദ ഡെമോണിക് വേ. ഡെമോണിക് കൾട്ടിന് വേണ്ടി. നായകൻ തന്റെ പുതിയ ഗുരുവിനെയും മനസ്സിൽ ധ്യാനിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത് കാണാം. എല്ലാവരും സ്വന്തം ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നായകനെ ആര് ടീമിലെടുക്കും? ആ രസകരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.